യുദബ്ബിഹൂന അബ്നാഅക്കും എന്ന് പറഞ്ഞാൽ നമ്മിൽ തന്നെ വൈജ്ഞാനിക രംഗത്ത് നിർമ്മിതികൾ നടക്കുമ്പോൾ അതിന് ഈ അഹങ്കാരിയും ഇസ്സത്തിന്റെയും ഉടമയായ നമ്മിലെ ഫിർഔൻ നിർബന്ധപൂർവം അതിന് കീഴ്പ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. വയസ്തഹീയുടെ നിസാഅക്കും എന്ന് പറഞ്ഞാൽ അവരിൽ വൈജ്ഞാനിക രംഗത്ത് താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വേണ്ട ജീവിത വ്യവഹാരങ്ങൾ അവർക്ക് നൽകുകയുമായിരുന്നു എന്നാണ്. അവരെ നാണിപ്പിക്കലോ അവരെ വശവാക്കലോ അല്ല. മുമ്പ് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിരുന്നത്. യസ്തഹി എന്ന് പറഞ്ഞാൽ ഹയാത്ത്, അതിൽ നിന്ന് ഹയാത്ത് തേടുക. അതിൽ നിന്ന് ഹയാത്ത് തേടാൻ പറ്റൂല. കാരണം അവർ പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല. അവരൊരു ജീവിത വ്യവസ്ഥിതിയിലേക്ക് സമ്പൂർണമായി അവർ എത്തിക്കഴിഞ്ഞിട്ടില്ല. അവരിൽ നിന്ന് വേണ്ട ജീവിതത്തിന് ആവശ്യമായത് തേടാൻ, ഹയാത്തിന് വേണ്ട കാര്യങ്ങൾ തേടാൻ ഇവർ വളർന്നിട്ടില്ല. അതാണല്ലോ ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസൽ, ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖി ഷൈഅൻ എന്നൊക്കെ പറഞ്ഞാലെന്ന്. അള്ളാഹു തന്നെ ഹക്കായിരിക്കെ, അള്ളാഹു ഹക്കല്ലേ, സമ്പൂർണമായ സത്യമാണെന്ത്, ഇന്നഹു ഹുവൽ ഹഖു, അള്ളാഹു സത്യമാണ്, പരമസത്യം. ഈ പ്രപഞ്ചത്തിൽ ഉള്ളത് പരമസത്യമാണ്. അള്ളാഹു സത്യം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ പൂർണ്ണ സത്യം അതാണ്. ആ സത്യം ഇനി അതിന് ജീവൻ നിലനിർത്താൻ വേറെ ഒന്നിനെ തേടേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇവർ പറയുന്ന അർത്ഥം എന്താ അവിടെയെന്നോ, അള്ളാഹ്ക്ക് സത്യം പറയാൻ ഒരു നാണമല്ലാന്നാ എഴുതിയിരിക്കുന്നത്. നബിക്ക് ഇത് പറയാൻ നാണമുണ്ട്, റസൂലിന് നിങ്ങളോടിത് പറയാൻ നാണമുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഉടനെ പുറത്തു പോകണം, ഇവിടെ ഇരുന്ന് വർത്താനം പറയാൻ നിൽക്കണ്ട, എന്റെ പെണ്ണുങ്ങളോട് നിങ്ങൾ കൊഞ്ചാനും വയ്യാനൊന്നും നിൽക്കണ്ട. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരു ഹിജാബിന്റെ പിന്നിൽ നിന്ന് ചോദിച്ചാൽ മതി, ഒരു മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് വല്ല സാധനവും വേണമെങ്കിൽ. ഇത് റസൂലിന് പറയാൻ നാണമുണ്ട്, അള്ളാഹ്ക്ക് പറയാൻ നാണമില്ല എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ അർത്ഥം അതാണ്. ബാക്കിയുള്ള അർത്ഥം അത് ശരിയോ തെറ്റോ നിങ്ങൾ തീരുമാനിക്കുക. എനിക്കതിനെ കുറിച്ച് വിമർശിക്കാനോ ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അജ്ഞതയുടെ പിറകിൽ നിന്ന് വേണം ചോദിക്കാൻ. നിങ്ങളെന്നെ വലിയ പണ്ഡിതന്മാരായിട്ട് ചോദിക്കാൻ നിൽക്കരുത്. എല്ലാവരെയും അണിക്കുന്നത് അതാണ്. ഹിജാബ് എന്ന് പറഞ്ഞ അജ്ഞതയുടെ മറയാണ്. അല്ലാതെ ഈ മൂട് വസ്ത്രത്തിന് ഖുർആനിൽ ഹിജാബ് എന്ന വാക്കില്ല. അജ്ഞതയുടെ മറയാണ് ഹിജാബ്. 3 രൂപത്തിലേ അള്ളാഹു ജനങ്ങളോട് സംസാരിക്കുള്ളൂ. അതിൽ ബശറിനോട് സംസാരിക്കുള്ളൂ, ഇൻസാനിനോടല്ല. അതിൽ ഒരു രീതിയാണ് മിൻബറായി ഹിജാബിൻ, ഒരു ഹിജാബിന്റെ പിന്നിൽ നിന്നിട്ട് അള്ളാഹു സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മറുടെ പിന്നിൽ വന്നിട്ട് മൂസേ എനിക്കിപ്പോ എന്റെ നേരിൽ വരാനിട്ട് കുറച്ച് മാനക്കടൊക്കെ ഉണ്ട്, ഞാൻ കുറച്ച് ഔറത്തും മറ്റുമൊക്കെ സൂക്ഷിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാനൊരു കർത്തന്റെ പിന്നിൽ നിന്നേ എന്നോട് വർത്താനം പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഒരു കർത്തന്റെ പിന്നിൽ നിന്ന് സംസാരിക്കുന്നല്ല. സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയ പല സത്യങ്ങളും എവിടുന്നാണ്? നമ്മുടെ അജ്ഞതയുടെ പിറകിൽ നിന്നല്ലേ. ഇന്നലെ വരെ നമുക്ക് ഹിജാബിലായിരുന്നു പല കാര്യങ്ങളും. ആ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് എങ്ങനെ കിട്ടിയത്? അതിലെ യാഥാർത്ഥ്യങ്ങൾ അള്ളാഹു നമ്മളോട് എങ്ങനെ സംസാരിച്ചത്? കഴിഞ്ഞ വർഷത്തെ എനിക്ക് ഹിജാബിലായ പല കാര്യങ്ങളും ഇന്ന് കിട്ടി. ശാസ്ത്രരംഗത്ത് പല ശാസ്ത്രജ്ഞന്മാർക്കും ഹിജാബായ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ. അത് ഇന്ന് നമ്മളോട് അള്ളാഹു ഈ പ്രകൃതി അവരോട് സംസാരിച്ചു. എവിടെ നിന്നുകൊണ്ടാണ് സംസാരിച്ചത് ഈ പ്രകൃതി ഈ ശാസ്ത്രജ്ഞനോട്? അവരുടെ അജ്ഞതയുടെ പിറകിൽ നിന്നുകൊണ്ട്. അജ്ഞതയുടെ പിറകിൽ നിന്നുകൊണ്ടാണ്, നമ്മുടെ അജ്ഞതയുടെ അപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യങ്ങൾ ഓരോന്ന് നമ്മിലേക്ക് കടന്നു വന്നത്. അതാണ് ഹിജാബിന്റെ പിറകിൽ നിന്നാണ് അള്ളാഹു സംസാരിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലെ, അങ്ങനെ തന്നെയല്ലേ സംസാരിച്ചത് മുഴുവൻ? നിങ്ങൾ പറയും. ഇപ്പൊ ഈ മൊബൈല് നമുക്ക് ഒരു 50 വർഷം മുമ്പ്, ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ തന്നെ ഒരു 10-30 കൊല്ലം മുമ്പ് ഇത് ഹിജാബിലല്ലായിരുന്നു. ആ ഹിജാബിന്റെ അപ്പുറത്ത് നിന്നാണ് ഈ വിജ്ഞാനത്തിന്റെ യാഥാർത്ഥ്യം നമുക്ക് അള്ളാഹു സംസാരിച്ചു തന്നത്. ഇതാണ് ഹിജാബിന്റെ പിറകിൽ നിന്ന് അള്ളാഹു സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്.